നമസ്കാരം കേരള. സ്വയംവരം സീരിയൽ താരം ആര്യ അനിൽ വിവാഹ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെന്ന യുവാവിന്റെ വെളിപ്പെടുത്തൽ സത്യമോ? സ്വയം സെലിബ്രിറ്റി ആയെന്ന തോന്നലാണോ ഈ ചതിക്കു പിന്നിൽ? ഇനി ആര്യയെ തകർക്കാനുള്ള ശ്രമമാകുമോ ഇത്? സ്വയംവരം സീരിയൽ താരം ആര്യ അനിലിന്റെ വിവാഹം സോഷ്യൽ മീഡിയ ആഘോഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് കുറച്ച് ദിവസങ്ങളായി മറ്റൊരു വാർത്തയാണ് ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആര്യ വിവാഹ വാഗ്ദാനം നൽകി 35 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തുവെന്ന പരാതിയുമായി ആലപ്പുഴ സ്വദേശി രഞ്ജിത്ത് കൃഷ്ണ രംഗത്ത് വന്നിരിക്കുന്നു. ചേർത്തല പോലീസിലാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നത്. കോടതിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ആര്യയും രഞ്ജിത്തും തമ്മിൽ 2017 മുതൽ 2021 വരെ പ്രണയത്തിലായിരുന്നു. ഇവരുടെ വിവാഹം ഉറപ്പിച്ചതായും രഞ്ജിത്ത് പറയുന്നു. ഇക്കാലയളവിൽ ആര്യയുടെ വീട് പണിയുടെ ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനുമായി ഒരു 35 ലക്ഷം രൂപ ആര്യ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അല്ലാതെ പുതിയ വീട്ടിലേക്ക് ആവശ്യമായ കട്ടിൽ, ഫ്രിഡ്ജ് അങ്ങനെ പലവിധ സാധനങ്ങളും രഞ്ജിത്താണ് വാങ്ങി നൽകിയത്. പക്ഷേ പിന്നീട് സോഷ്യൽ മീഡിയയിൽ താരമായതിനെ തുടർന്ന് ആര്യ ഈ ബന്ധം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. പലപ്പോഴായി ഈ പൈസയ്ക്ക് തിരിച്ചു ചോദിക്കുമ്പോൾ ഇന്ന് തരാം, നാളെ തരാം എന്നൊക്കെ പറയുകയല്ലാതെ പൈസ കിട്ടിയിരുന്നില്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇതേ തുടർന്ന് 2022 നവംബർ 26 തീയതി പൂച്ചക്കാൽ സ്റ്റേഷനിൽ ഒരു പരാതി നൽകുകയായിരുന്നു. അതിൽ നടപടി ആയിരുന്നില്ല. പിന്നീട് 29 തീയതി ഇതേ സ്റ്റേഷനിൽ വീണ്ടും ഒരു പരാതി നൽകുന്നു. അതിന് നടപടിയാകുന്നില്ല. 2023 ജനുവരി 10 തീയതി ആലപ്പുഴ SPക്ക് പരാതി നൽകുന്നു. പിന്നീട് ജനുവരി 15 തീയതി ആര്യ ഉപയോഗിച്ചിരുന്ന രഞ്ജിത്തിന്റെ സ്കൂട്ടർ പോലീസ് സ്റ്റേഷൻ വഴി തന്നെ രഞ്ജിത്തിന് വിട്ടു നൽകുകയാണ്. പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനിൽ വെച്ച് 1.2 ലക്ഷം രൂപ ആര്യയുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്തിട്ടുമുണ്ട്. പിന്നീട് ഒരു 3 ലക്ഷം രൂപയുടെ ചെക്കാണ് ആര്യ രഞ്ജിത്തിന് നൽകുന്നത്. പക്ഷേ അതുമായി ബാങ്കിൽ കയറി ഇറങ്ങിയെങ്കിലും ആ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. പിന്നീട് ആ ചെക്ക് ബൗൺസ് ആവുകയായിരുന്നു. പിന്നീട് പരാതിയിലൊന്നും നടപടിയാകാത്തതിനെ തുടർന്ന് 2024 മാർച്ച് 24 ചേർത്തല പോലീസ് സ്റ്റേഷനിൽ രഞ്ജിത്ത് പരാതി നൽകി. തുടർന്ന് ആര്യക്കെതിരെ FIR ഇടുകയായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ആര്യയുടെ കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. പോസ്റ്റിന്റെ ചെറിയൊരു ഭാഗം ഇങ്ങനെയാണ്: ഇക്കഴിഞ്ഞ 4 വർഷമായി ഞാനും ശരത്തേട്ടനുമായി എൻഗേജ്ഡ് ആണെന്നും ആ വ്യക്തിയെ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചതെന്നും എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ 4 വർഷ കാലയളവിൽ നടന്ന എന്റെ എൻഗേജ്മെന്റ്, എന്റെ കല്യാണം എല്ലാം തന്നെ പബ്ലിക്കായി എല്ലാവരെയും അറിയിച്ച് നടത്തിയ ചടങ്ങുകളാണ്. ആ സമയത്തൊന്നും ഉന്നയിക്കാത്ത ആരോപണമാണ് എന്നെയും എന്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. രഞ്ജിത്ത് കൃഷ്ണ എന്റെ അച്ഛനുമായി സാമ്പത്തിക ഇടപാടിൽ ശത്രുതയുള്ള ആളാണ്. ഇതിന്റെ പേരിൽ എന്നെ അപകീർത്തിപ്പെടുത്താൻ നോക്കുകയാണ് എന്നാണ് ആര്യ പറയുന്നത്. 2022 മുതൽ കേസ് നടക്കുകയാണെന്നും ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും FIR ഇട്ടത് അറിഞ്ഞ് മാധ്യമങ്ങൾ വന്നതാണെന്നും തനിക്ക് ഇതൊന്നും മാധ്യമങ്ങളോട് പറയാൻ താല്പര്യമില്ലെന്നുമാണ് ഈ പോസ്റ്റിന് ശേഷം രഞ്ജിത്തിന്റെ പറയുന്നതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാക്കുന്നതുമാണ്. 22 മുതലുള്ള പരാതികൾ, ബൗൺസ് ആയ ചെക്കിന്റെ ഫോട്ടോ, ക്യാഷ് കൈമാറിയതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം രഞ്ജിത്ത് കൃത്യമായി പങ്കുവെക്കുന്നുണ്ട്. ആര്യ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇടുകയല്ലാതെ ഒരു വ്യാജരേഖയുണ്ടാക്കി രഞ്ജിത്തിന്റെ ആരോപണങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലാതെ ഒരു കൃത്യമായ മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഇതിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്, കഴിഞ്ഞ കുറെ നാളുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്ക് മുൻപ് ഇവർ തമ്മിലുണ്ടായ ബന്ധത്തിന്റെയും ഇവർ ക്യാഷ് കൈമാറിയതിന്റെയും ഒക്കെ കൃത്യമായ ഒരു വിശകലനം രഞ്ജിത്തിന്റെ വാക്കുകളിൽ നിന്ന് അല്ലെങ്കിൽ രഞ്ജിത്ത് പങ്കുവെക്കുന്ന രേഖകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ആര്യ ഈ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ട് മാത്രം രഞ്ജിത്ത് പറയുന്നത് സത്യമല്ലാതാകുന്നില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ തെളിയുന്നത്. സമയം ആര്യ പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ പറയുന്നുണ്ട്, 4 വർഷമായിട്ട് ശരത്തേട്ടനുമായി ബന്ധത്തിലാണ് എന്നത് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക്, എന്റെ ഫാമിലിക്ക് അറിയാമെന്നാണ്. പക്ഷെ ആര്യ തന്റെ വിവാഹം നടന്നതിന് ശേഷം നൽകിയ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ശരത്തേട്ടനുമായുള്ള ബന്ധം വെറും 2 വർഷം, അതായത് ഇവർ തമ്മിലുള്ള എൻഗേജ്മെന്റ് നടന്നതിന് ശേഷമാണ് ശരത്തേട്ടനെ പ്രണയിക്കുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം വെറും 2 വർഷമായിട്ടുള്ളൂ എന്നാണ് ആര്യ മാധ്യമങ്ങളോട് പറഞ്ഞത്. എങ്ങനെയായിരുന്നു പ്രണയം, ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണ് പ്രണയിക്കുന്നത്. ആ 2 വർഷം അടിച്ചുപൊളിച്ച് പ്രണയിച്ചിട്ടുണ്ട്. അങ്ങനെ. അപ്പൊ എൻഗേജ്മെന്റ് അറേഞ്ച്ഡ് ആണോ? എൻഗേജ്മെന്റ് അറേഞ്ച്ഡ് ആണ്. ഓ, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ എല്ലാരും വിചാരിച്ചു ഞങ്ങള് ലവ് മാരേജ് ആയിരുന്നു.
പക്ഷെ പോസ്റ്റിൽ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, 4 വർഷമായി ഈ ശരത്തേട്ടനുമായിട്ടുള്ള ബന്ധമെന്നാണ്. പക്ഷേ ഇവിടെ മറ്റ് പരാതി ഉന്നയിച്ചയാൾ പറയുന്നത് 2017 മുതൽ 2021 വരെയുള്ള കാര്യങ്ങളാണ് എന്നതും കൃത്യവും വ്യക്തവുമാണ്.